സലിം മാലിക് അവിടെ റെഡിയായി നിൽപ്പുണ്ട്. തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ നിർണായക തെളിവെടുപ്പ് ഇന്ന്. വെഞ്ഞാറമൂട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് ഇന്നു മുതൽ തെളിവെടുപ്പ് ആരംഭിക്കുന്നത്. അഫാന്റെ പിതൃ സഹോദരൻ ലത്തീഫ്, ഭാര്യ ഷാജിദ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ ആദ്യം തെളിവെടുപ്പ് നടത്തി. വിവരങ്ങളുമായി സലിം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. സലിം, ഗുഡ് മോർണിംഗ്. അപ്പം അഫാനെ ഇന്ന് ഏതൊക്കെ ഇടങ്ങളിലായിരിക്കും തെളിവെടുപ്പിനായി എത്തിക്കുക? എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? ക്രിസ്റ്റീന പ്രവിത, വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ രണ്ടാം ഘട്ട തെളിവെടുപ്പാണ് ഇന്ന് ആരംഭിക്കുന്നത്. ആദ്യഘട്ടം അത് പാങ്ങോട് പോലീസിന്റെ തെളിവെടുപ്പായിരുന്നു. ആ തെളിവെടുപ്പ് പാങ്ങോട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിലായിരുന്നു തെളിവെടുപ്പ് നടത്തിയത്. അതിൽ ചില നിർണായകമായ സൂചനകൾ തുടക്കത്തിലുണ്ടായിരുന്നതിനപ്പുറത്തേക്ക് കടന്നുള്ള വെളിപ്പെടുത്തലുകളൊക്കെ നമ്മൾ കണ്ടതാണ്. കാരണം ആദ്യഘട്ടത്തിൽ സ്നേഹം കൊണ്ടാണ് ഈ കാമുകിയെ ഉൾപ്പെടെ കൊലപ്പെടുത്തിയത് എന്നുള്ളതായിരുന്നു പറഞ്ഞത്. അതിന് പിന്നാലെ അത് സ്നേഹമായിരുന്നില്ല, പകയായിരുന്നു തനിക്കുണ്ടായിരുന്നത്. ഈ കടം തന്ന തുക അത് സ്വർണം ഉൾപ്പെടെ തിരികെ ചോദിച്ചതിന്റെ പകയായിരുന്നു എന്നൊക്കെ വെളിപ്പെടുത്തിയതാണ്. അത്തരത്തിലുള്ള നിർണായക വിവരങ്ങൾ കിട്ടിയത് തെളിവെടുപ്പിനിടെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇന്നത്തെ തെളിവെടുപ്പും നിർണായകമാണ്. കാരണം പാങ്ങോട് പോലീസ് രജിസ്റ്റർ ചെയ്തത് ഒരു കൊലപാതക കേസ് മാത്രമായിരുന്നു. അഫാന്റെ പിതൃമാതാവിന്റെ കൊലപാതകം മാത്രമായിരുന്നു പാങ്ങോട് പോലീസിന്റെ പരിധിയിലുണ്ടായിരുന്നത്. അതേസമയം വെഞ്ഞാറമൂട് പോലീസിന് അന്വേഷിക്കാൻ മറ്റ് 4 കൊലപാതകങ്ങളുമുണ്ട്. അതിൽ തന്നെ ഇന്ന് ആദ്യം അന്വേഷിക്കുക ചുള്ളാളത്തെ വീട്ടിൽ വെച്ചുണ്ടായ അബ്ദുൽ ലത്തീഫിന്റെയും ഒപ്പം ഭാര്യ ഷാജിദയുടെയും കൊലപാതകവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. അവിടെയാണ് ആദ്യം തെളിവെടുപ്പ് നടക്കുക. അതിനുശേഷം പിന്നീട് വെഞ്ഞാറമൂട്ടിലെ അഫാന്റെ വീട്ടിൽ തന്നെ എത്തിച്ച് തെളിവെടുപ്പ് നടക്കും. മാത്രമല്ല അതിനുശേഷം മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് ധനമിടപാട് നടത്തിയതുമായി ബന്ധപ്പെട്ട വെഞ്ഞാറമൂട്ടത്തെ സ്ഥാപനത്തിലേക്ക് എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുമുള്ള സാധ്യതയുണ്ട്. കാരണം 3 ദിവസം മാത്രമാണ് കസ്റ്റഡി കാലാവധിയുള്ളത്. അതുകൊണ്ട് തന്നെ പരമാവധി വേഗത്തിൽ ആ തെളിവെടുപ്പ് പൂർത്തിയാക്കുക എന്നുള്ളതാണ് വെഞ്ഞാറമൂട് പോലീസിന്റെ ലക്ഷ്യം. മാത്രമല്ല കസ്റ്റഡിയിൽ അഫാൻ അധികം വെച്ചുകൊണ്ടിരിക്കുന്നതും അത്ര ഗുണമാവില്ല എന്ന് പോലീസ് വിലയിരുത്തുന്നുണ്ട്. അതിന് കാരണം കൂടുതൽ ദിവസം കസ്റ്റഡിയിൽ കിട്ടിയാലേ നിർണായകമായ വിവരങ്ങൾ അറിയാൻ കഴിയൂ എന്ന് പോലീസ് വിലയിരുത്തുന്നുണ്ട്. പക്ഷേ പ്രതി അഫാൻ പല നിലയിലുള്ള പ്രശ്നങ്ങൾ കസ്റ്റഡിയിലൊക്കെ വെച്ച് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അഫാനെ കൂടുതൽ സമയം കസ്റ്റഡിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്. അതിനാൽ തന്നെ എത്രയും വേഗത്തിൽ തന്നെ ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കി മറ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കി വീണ്ടും അഫാനെ ജയിലിലേക്ക് അയക്കുക എന്നുള്ളതുകൊണ്ട് മാത്രമല്ല ഈ കേസിൽ പാങ്ങോട് പോലീസും വെഞ്ഞാറമൂട് പോലീസും വളരെ വേഗത്തിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള ഒരു നീക്കം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ പരമാവധി വേഗത്തിൽ കുറ്റപത്രം സമർപ്പിച്ച് പരമാവധി വേഗത്തിൽ ശിക്ഷ ഉറപ്പിക്കുക എന്നുള്ളതാണ് പോലീസിന്റെയും ലക്ഷ്യം. അതിനിടയിൽ അഫാന്റെ മാതാവ് ഷെമിയെ ICUവിൽ നിന്നും ഇന്നലെ രാത്രിയോടുകൂടി റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. റൂമിലേക്ക് മാറ്റി ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതിനെ തുടർന്നാണ് റൂമിലേക്ക് മാറ്റിയത്. അതിനിടെ കുടുംബത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യവും ഷെമിയെ അറിയിച്ചിട്ടുണ്ട്. പ്രവിത, ക്രിസ്റ്റീന. ഷെമി എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടെന്നാണ് സലിം മാലിക് പറഞ്ഞതെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇനി പോലീസിന്റെ അവസ്ഥ നോക്കിയാൽ കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ. ഇയാളെ കസ്റ്റഡിയിൽ വെച്ചാലേ കൂടുതൽ വിവരം കിട്ടത്തുള്ളൂ. എന്നാൽ കസ്റ്റഡിയിൽ വെച്ച് കഴിഞ്ഞാൽ അയാൾ കാണിക്കുന്ന ചില സ്വഭാവ വ്യതിയാനങ്ങളിൽ പോലീസിന് ആശങ്കയുണ്ട് താനും.